പൂവാസം പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. സത്യ സാറേ, ഞാൻ ഇന്നലെ ആര്യക്കുഞ്ഞിനോട് ലീവ് ചോദിച്ചിരുന്നു. ഇന്ന് ഹാഫ് ഡേ ലീവ് വേണം എനിക്ക്. ഹാഫ് ഡേയോ? എന്താണ് റീസൺ ലീവ് എടുക്കാൻ? അത് പിന്നെ സത്യ സാറേ, ഇന്നെൻ്റെ വൈഫിൻ്റെ പിറന്നാളാ. വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ അവളോട് വരാമെന്ന് പറഞ്ഞിരുന്നു. അവൾ എന്നെ കാത്തിരിക്കും, അതുകൊണ്ടാ. സത്യ, അതെന്താ രാഘവേട്ടൻ്റെ വീട്ടിൽ മക്കളാരുമില്ലേ? വൈഫ് നിങ്ങളും മാത്രമേ ഉള്ളൂ? ഇല്ല സാർ, മക്കളുണ്ട്. അവരൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്താ. പിന്നെ അവർക്ക് ഈ അച്ഛനമ്മമാരെ പിറന്നാളൊന്നും ഓർത്തു വെക്കാനൊന്നും സമയമില്ലല്ലോ. ആ പറഞ്ഞത് വളരെ ശരിയാ. നമ്മുടെ സന്തോഷം, ഭാര്യയുടെ സന്തോഷമൊക്കെ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ലൈഫ് സ്പെൻഡ് ചെയ്യും. ഒടുവിൽ അവർ പൊടിയും തട്ടി അങ്ങ് പോവും. അതുകൊണ്ട് നമ്മളെ വിട്ട് പോകില്ല എന്ന് ഉറപ്പുള്ളവരുടെ സന്തോഷം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏതായാലും വൈഫിൻ്റെ പിറന്നാളല്ലേ, ഹാഫ് ഡേ നോക്കി നിൽക്കണ്ട. സൈൻ ഇട്ടിട്ട് രാഘവട്ടൻ രാവിലെ തന്നെ പൊക്കോളൂ. സത്യ സാറേ, ഒരുപാട് നന്ദിയുണ്ട്. എന്നാ ഞാൻ പോവുകയാണേ. ആ അല്ല സിദ്ധു, നിനക്കെന്താ വേണ്ട? അത് ഈ കുട്ടിക്ക് നീ കൊടുത്ത പോസ്റ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഓൾറെഡി ഈ കമ്പനിയിൽ ക്ലർക്കും പിയൂണൊക്കെ ഉള്ളതല്ലേ. ഒരു കാര്യം ചെയ്, ഇതിന് എൻ്റെ ക്യാബിൽ നിർത്ത്. എൻ്റെ പേഴ്സണൽ പിയൂണായിട്ട് ജോയിൻ ചെയ്യാൻ പറ. പേഴ്സണൽ പിയൂണോ? അതെന്ത് പോസ്റ്റ്? സത്യ, അത് വേണോ? ഇവള് താഴെയുള്ളവരുടെ അസിസ്റ്റന്റായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്? ഞാൻ പറഞ്ഞ പോസ്റ്റ്, അതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും ഇല്ല. പറ്റില്ലെങ്കിൽ പോവാൻ പറ. ആ പറഞ്ഞ പോസ്റ്റിങ്ങിന് എനിക്ക് സമ്മതം. ഞാൻ ജോയിൻ ചെയ്തോളാം. കേട്ടില്ലേ സിദ്ധു, ആ കുട്ടിക്ക് കുഴപ്പമില്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? അതിനോട് ഇന്ന് എന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്ക്. ഓ, അവക്കെന്താ ചെവിയില്ലേ? കേൾക്കുന്നുണ്ടല്ലോ, ജോയിൻ ചെയ്തോളും. നിങ്ങൾ സാറും പിയൂണും കൂടെ എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഞാൻ പോവാ. താഴെ പാർക്കിങ്ങിൽ എൻ്റെ കാറുണ്ട്. ആ കാറ് ലോക്കാണോന്ന് ചെന്ന് നോക്കിയിട്ട് വാ. ഞാനോ? പിന്നെ നീ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടോ? പേഴ്സണൽ പിയൂണെന്ന് പറഞ്ഞാൽ കാല് പുറത്ത് കാലിട്ട് ലാപ്പിലിരുന്ന് വർക്ക് ചെയ്യലല്ല. ഞാൻ പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഞാനിപ്പോൾ നോക്കിയിട്ട് വരാം. ഒരു മിനിറ്റ്. വേഗം നോക്കിയിട്ട് വാ. അടുത്തത് ഞാൻ വന്നിട്ട് തരാം. ശമ്പോട്ടാ, തുടങ്ങിക്കോ. വലിയ വരുന്നുണ്ട്. കല്ലു, നീ അറിഞ്ഞോ? നമ്മുടെ സച്ചൂട്ടിയില്ലേ, സത്യനങ്ങളുടെ കമ്പനിയിലാ ജോയിൻ ചെയ്തിരുന്നു. ഇങ്ങോട്ട് വർക്കിന് പോയിന്നാ പറയണ. ശമ്പോട്ടൻ പറഞ്ഞ സത്യമാണോ? വലിയച്ഛന്റെ കമ്പനിയിലോ? വലിയച്ഛൻ അതിന് സമ്മതിച്ചോ? ആ, എനിക്കറിയില്ല. അമ്പുചുറ്റും പറഞ്ഞ ഞാൻ അറിഞ്ഞ ഇങ്ങോട്ട് അവൾ ആ കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടെന്ന്. എന്റെ പേടി അതൊന്നുമല്ല. വലിയച്ഛനെങ്ങാനും ചേച്ചിയോട് റൂഡായി പെരുമാറിയ സച്ചോച്ചിക്ക് ഇത് സഹിക്കില്ല. പാവം. ഞാനും അത് ആലോചിക്കുന്ന. സത്യനങ്ങളുടെ ദേഷ്യം വന്ന പിന്നെ കണ്ണു മുക്കൊന്നും കാണില്ലല്ലോ. ശമ്പോട്ട, വലിയ കയറിപ്പോയി. നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒച്ചത്തിലല്ലേ പറഞ്ഞ. വൈകുന്നേരം സത്യനങ്ങൾ വരുമ്പോ ആന്റി ഇതിനെ പറ്റി സംസാരിച്ചാൽ മതിയായിരുന്നു. ആന്റി പറഞ്ഞ മാത്രമേ സത്യനങ്ങൾ കേൾക്കുള്ളൂ. വല്യമ്മ പറഞ്ഞ വലിയച്ഛൻ എന്തായാലും കേൾക്കും. പക്ഷെ വല്യമ്മയുടെ ഉള്ളില് ദേഷ്യം മാറണ്ടേ അതിനാദ്യം? ആന്റിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് എന്നോട് അങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നല്ലോ. ആര്യ, നൈറ്റ് ക്രീമിൻ്റെ ലാബ് റിസൾട്ട് എന്തായി? അത് ഇതുവരെ സബ്മിറ്റ് ചെയ്തില്ലല്ലോ. സത്യേട്ടാ, അത് ടെസ്റ്റിന് അയച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ വന്നില്ല. അവർ മൺഡേ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേപ്പർ പഞ്ച് ചെയ്ത് ടാഗും ചെയ്തിട്ടുണ്ട്. ഇതാ. ആ പേപ്പർ ഡസ്റ്റ്ബിന്നിലിട്ടോ. എന്നിട്ട് പോയി ഒന്നിന് ചെയ്തിട്ട് വാ. ഞാൻ ഓൾറെഡി പറഞ്ഞു കറക്റ്റ് സമയത്ത് എത്തണമെന്ന്. തന്നയച്ച പേപ്പറിൻ്റെ ഒക്കെ സെറോക്സ് കോപ്പി എടുക്കണ്ടേ? അതാ ലേറ്റ് ആയത്. ഇവിടുന്ന് മെഷീൻ ഇരിക്കുന്ന അവിടെ വരെ പോകാൻ നിനക്ക് 5 മിനിറ്റ് മതി. അവിടുന്ന് പേപ്പേഴ്സിൻ്റെ കോപ്പി എടുക്കാൻ 10 മിനിറ്റും. നീ ഇവിടുന്ന് പോയിട്ട് 30 മിനിറ്റ്സ് ആയി. അത് ഇതും കൂടെ കൂട്ടി 16ാമത്തെ പ്രാവശ്യം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയത്. ഐ ഡോണ്ട് കെയർ. ഈ പേപ്പേഴ്സ് താഴെ സിദ്ധുവിൻ്റെ ക്യാബിൽ പോയിട്ട് അവൻ്റെ ഇത് സൈൻ വാങ്ങിക്കൊണ്ട് വാ. വീണ്ടും താഴേക്ക് പോകാനോ? സത്യേട്ടാ, ഞാൻ എന്തായാലും താഴേക്ക് പോവുമല്ലേ. ഈ പേപ്പേഴ്സ് ഞാൻ സിദ്ധുവേട്ടനെ ഏൽപ്പിക്കാം. ആര്യൻ വന്ന കാര്യം കഴിഞ്ഞില്ലേ? എന്നാ ക്യാബിലേക്ക് പൊക്കോ. നിനക്കവിടെ ഒരുപാട് വർക്കില്ലേ? അല്ല സത്യേട്ടാ, ഞാനേതായാലും താഴേക്ക് പോകുന്നില്ലേ, അതാ. ഓൾറെഡി ആര്യനോട് ഞാൻ പോവാൻ പറഞ്ഞു. ആ ഓക്കെ. എന്ത് നോക്കി നിൽക്കുക? പിടിക്കേ,
എന്നിട്ട് ചെന്ന് സൈൻ വാങ്ങിക്കൊണ്ട് വാ. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം. ആ ഓക്കെ സാർ. ആര്യ ഒന്ന് താഴേക്ക് വിളിച്ച് ലിഫ്റ്റ് കംപ്ലൈന്റ് വന്ന് ശരിയാക്കാൻ പറ. 2 ലിഫ്റ്റും ഓഫ് ചെയ്ത് കിടക്കാം. അത് കംപ്ലൈൻ്റ് ഒന്നും അല്ല, സത്യേട്ടൻ പറഞ്ഞിട്ട് മനഃപൂർവ്വം ഓഫാക്കി ഇട്ടിക്കുന്നതാ. വാട്ട്? മനഃപൂർവ്വം? അതെന്തിനാ ഓഫ് ചെയ്തിട്ടേക്കുന്നത്? എന്തിനായിരിക്കും? പേഴ്സണൽ പിയുനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. പാവം സച്ചോട്ടി സ്റ്റെപ്പ് കയറി ഇറങ്ങി തളർന്നിരിക്കുക. ഈ സത്യക്ക് ഭ്രാന്ത് പിടിച്ചോ? അവൻ്റെ ഒരു കോപ്പിലെ പോസ്റ്റും. പാവം, ഇങ്ങനെയാണെങ്കിൽ സച്ചൂട്ടി ഒരുപാട് ബുദ്ധിമുട്ടുമല്ലോ ഈശ്വര. ഏയ്, അതിൻ്റെ മട്ടും ഭാവം കണ്ടിട്ട് മിക്കവാറും ഇന്നത്തോടെ ജോലി നിർത്തി പോകുന്ന എനിക്ക് തോന്നുന്ന. ഇതേ സെയിം പർപ്പസ് അല്ലേ രാവിലെ എന്നോട് പഞ്ച് ചെയ്യാൻ നിന്നത്. അപ്പോൾ തന്നെ സൈൻ വാങ്ങുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യില്ലായിരുന്നോ? എന്നെ ഇങ്ങനെ ടോട്ടിക്കുമ്പോൾ ഡാഡിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടാവും. പോയി ബ്ലഡ് കോഫി കൊണ്ടുപോവാ, പെട്ടെന്ന് വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഇതാ സാം. സാം, ഞാനിതുവരെ ലഞ്ച് കഴിച്ചില്ല. ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതിയോ? ഈ കോഫിക്ക് തീരെ മധുരമല്ല, പോയി വേറെ ഇട്ടോണ്ട് വാ. ഇല്ല, ഞാൻ ഈ കോഫിയിൽ യൂഷ്വലി ഡാഡി കുടിക്കുന്ന മതിയോ ഇട്ടിട്ടുള്ളത്. വാട്ട്? ആരാടി നിന്റെ ഡാഡി? ഇനി ഒരിക്കൽ കൂടി നിന്റെ വായിന്ന് അങ്ങനെ വന്നോ അറിയാലോ എന്നെ. സോറി, ഞാൻ പെട്ടെന്ന് അറിയാണ്ട്. ഇനി ഇനി ഞാൻ അങ്ങനെ വിളിക്കൂല. സോറി. അറിയാണ്ട് പോലും ആ വായി നിന്നെ ഡാഡിന്ന് വിളിക്കാൻ ശ്രമിച്ച ജോലി ചെയ്യാൻ വന്നാൽ അത് ചെയ്തിട്ട് പോണം, മനസ്സിലായോ? ഐ ഹേറ്റ് യു. എനിക്ക് ഡാഡിയെ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ഡാഡി ഇതല്ല. ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല. സത്യ, നിന്റെ ഉദ്ദേശം എന്താ? അല്ല, നീ ആരാ നിന്റെ വിചാരം? ഞാൻ ആരാന്ന് നിനക്കറിയില്ലേ? സത്യ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. പണ്ടതുപോലെ ബാമയെ നീ കാര്യങ്ങൾ അറിയാതെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവസാനം കുത്തിയിരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട് നിനക്ക്. അന്നവള് അവളെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും മറച്ചു വെച്ചതിനോട് പെരുമാറിയണ്ട എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇത് അതുപോലെ അല്ല. ആര് പറഞ്ഞു? അതേ തെറ്റ് തന്നെ നീ വീണ്ടും ചെയ്യുന്ന. അന്ന് നീ ബാമയെ മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല, ഇന്ന് സച്ചോട്ടിനെയും. സത്യ, അത് നിന്റെ മോളല്ലേ, നിനക്ക് അവക്ക് പറയാനുള്ളത് എന്താന്ന് കേട്ടൂടെ? നിനക്കറിയില്ല സിദ്ധു, ഞാൻ അവളെ ഈ നെഞ്ചിലിട്ട വളർത്തിയ. ഭാമയെ പോലും അവളെ കാര്യത്തിൽ എനിക്ക് വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അവളെ എന്നോട് ഇങ്ങനെ ചെയ്ത്. നീ പണ്ട് 12ാം ക്ലാസ്സിൽ ഭാമയോട് ഇഷ്ടം പറഞ്ഞപ്പോ ചെറിയമ്മയോടും ചെറിയച്ചനോടും അനുവാദം ചോദിച്ചിട്ടാണോ നീ അത് ചെയ്തത്? എന്തിന് സച്ചോട്ടി ജനിച്ചത് പോലും നിന്റെ അച്ഛനും അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? സിദ്ധു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങൾക്ക് മുമ്പ് നീയും ഭാമയൊക്കെ ചെയ്തു തന്നല്ലേ സച്ചു അങ്കിയൊക്കെ ഇപ്പൊ ചെയ്യുന്നത്? ഭാമ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് വേറെ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ടില്ല. നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് കല്യാണത്തിന് രാവിലെ എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് ആരും ഇഷ്ടമാണെങ്കിലും അത് എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൾ എന്നോട് എന്താ കാണിച്ചത്? സത്യ, നീ പറഞ്ഞൊക്കെ ശരിയാ. അങ്കി അവൾക്ക് ഇഷ്ടമായിരുന്നു, അത് നിന്നോട് അവള് മറച്ചു വെച്ചു. നിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് തെറ്റ് തന്നെയാ. പക്ഷേ മറച്ചു വെച്ചതിന്റെ കാര്യം നീ അന്വേഷിച്ചോ? മറ്റുള്ള ഡാഡിയെ പോലെ അല്ല ഞാൻ. അവൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാനാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഭാമയോട് പോലും പല കാര്യത്തിനും ഞാൻ അവൾക്ക് വേണ്ടി അടിയുണ്ടാക്കി. എന്നിട്ടും അവൾ എന്നോട് ഇതിനെ മറച്ചു വെച്ചത്. ചേച്ചി അനിയനാണെന്നൊക്കെ പറഞ്ഞല്ലേ നീയൊക്കെ രണ്ടിനെ വളർത്തിയത്. എന്നിട്ടും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നിയെന്ന് എല്ലാരും അറിഞ്ഞ അവളുടെ ഡാഡി എല്ലാരും കുറ്റം പറയുന്നു പേടിച്ചിട്ടാ അവള് പറയാത്തത്. എന്നിട്ട് അവസാന നിമിഷം അവൾ എന്താ ചെയ്തത്? അവനോട് ഇഷ്ടമുണ്ടായിട്ടും നിനക്ക് വേണ്ടിയിട്ടാ അവള് നിനക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അങ്കിയെ മറക്കാൻ അവള് തയ്യാറായിരുന്നു നിനക്ക് വേണ്ടി. കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചും പറയാണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാ അവളന്ന് രാവിലെ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞത്? എനിക്കതാ അറിയണ്ടേ. കാരണം ശംഭുവും കല്ലും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതന്ന് രാവിലെ അവൾ അറിഞ്ഞത്. കല്ലുന്റെ സങ്കടം കണ്ടിട്ടാ അവൾ ആ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. ആരെയും കുറ്റപ്പെടുത്തിയില്ല, സ്വയം അല്ല ഏറ്റു വാങ്ങി. കല്ലുനും ശംഭുവിന് വേണ്ടിയാ അന്ന് ആ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞത്. അങ്കിയെ പോലും അതിൽ വലിച്ചേക്കുമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. നിനക്ക് വേണ്ടി അങ്കിയെ മറക്കാൻ അവൾ തയ്യാറായി. എന്നിട്ടും നിനക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല.
ഹോയ് സച്ചു, പോവാം. അങ്കി സച്ചുട്ടി, എന്തു പറ്റി? കുട്ടേട്ടാ, ആര് നല്ല ഉറക്ക മരുന്നിന്റെ ആവും. ഡോക്ടർ എന്താ പറഞ്ഞ പെട്ടെന്ന് എന്താ നെഞ്ചുവേദന വരാൻ കാരണം? അത് ഇതുപോലെ നെഞ്ചുവേദന മുമ്പൊരുക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അങ്കി പണിഞ്ഞു പോയില്ലേ, അപ്പോ അന്ന് അത്ര കാര്യമാക്കിയില്ല. അതാ. ഇടയ്ക്ക് അങ്കിനെ കണ്ടിരുന്നു പറഞ്ഞു. അന്നും ആരോടത്തി ഒരുപാട് വിഷമിച്ചാ സംസാരിച്ചത്. ചിലപ്പോ അതൊക്കെ ആലോചിച്ചിട്ടാവും. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോ ദിവസം പോകുന്നവരും വല്ലാത്ത ഭാരം മനസ്സിനൊക്കെ. ലാസ്റ്റായിട്ട് അങ്കി ഞാൻ ഒരു തവണ കണ്ടു. അന്ന് രാത്രി ആരും വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ടില്ല. കുട്ടേട്ടാ, ആരും എഴുന്നേക്കുമ്പോ പറയണം പിള്ളേരെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കരുതെന്ന്. അവൻ തിരിച്ചു വരും. വരാണ്ട് അങ്ങോട്ട് പോവാൻ. ഇവൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് എല്ലാം ശരിയാവോ? എനിക്ക് അവളോട് പറയാനല്ലേ കഴിയൂ. ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. രാത്രി അത് ഓർത്തിരുന്ന കാര്യം. അങ്കിയാണെങ്കിൽ ഇതുവരെ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തകൾ കൂടെയുള്ളൂ. കുട്ടേട്ടന് സമ്മതമാണെങ്കിൽ ആരോട്ടത്തിൽ കുറച്ചു ദിവസം തറവാട്ടി കൊണ്ട് നിർത്തട്ടെ ഞങ്ങള്. വേണ്ട മണിക്കുട്ടി, ആരും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും അവൾക്ക് വയ്യാന്ന്. പിന്നെ അവർക്ക് സങ്കടപ്പെടാൻ അതോടൊരു കാരണമാവും. ലീലാമ്മയ്ക്കെന്നല്ല ആർക്കും അറിയില്ല. കുട്ടേട്ടൻ മണിക്കുട്ടിയോട് പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. പോയിട്ട് വേണം സത്യേട്ടനോടൊക്കെ പറയാൻ. ഭാമേ, ധൃതി പിടിച്ച് ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. അവൾക്കിപ്പോ കുറവുണ്ട്. വെറുതെ ഇങ്ങനെ അവനെയും കൂടെ വിഷമിപ്പിക്കുന്ന. ഇപ്പൊ തന്നെ നിങ്ങൾ വന്നിട്ട് സമയം ഒരുപാടായില്ലേ. രണ്ടാളും വീട്ടിലേക്ക് പൊക്കോ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. കുട്ടേട്ടാ, അങ്ങനെയാണെങ്കിൽ ആര്യേട്ടനോട് ചോദിച്ചിട്ട് 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ വന്ന് നിന്നോട്ടെ, ഒരു സമാധാനത്തിന്. ഏയ്, നമുക്ക് അതിനൊക്കെ പറ്റി പിന്നെ ആലോചിക്കാം. നാളെ വിഷു അല്ലേ. ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് ചെല്ല്. പൊക്കോ. അങ്കി, എനിക്ക് ഡാഡി ഇഷ്ടമല്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്ത? എവിടെ? കാല് നല്ല വേദനിക്കുന്നുണ്ടോ? ഇങ്ങോട്ടോട്ട് നോക്കട്ടെ. ഒരുപാട് തവണ എന്നെ ടോട്ടിച്ചു. ലിഫ്റ്റ് ഓഫ് ചെയ്തിട്ടു മനഃപൂർവ്വം. ദുഷ്ടനായ ആള്. അങ്കി, എന്താ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ? ഇപ്പൊ കുറവുണ്ട്. എന്നാ കാല് ഞാൻ മസാജ് ചെയ്ത് തരാം. അപ്പോൾ വേദനയൊക്കെ മാറും. നീ എന്താ ചിരിക്കുന്ന? അല്ല, പണ്ടൊക്കെ എന്നെ കണ്ട അപ്പ അടിയുണ്ടാക്കുന്ന ആളാ. ഇപ്പൊ കാല് പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അത് ശരി. ഇവിടെ ഇരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങി പാവം തോന്നിയിട്ട് കാല് പിടിക്കി തരാന്ന് വെച്ചപ്പോൾ കളിയാക്കുന്നോ? നിന്റെ കാല് വേദന ഇപ്പം ശരിയാക്കി തരാം. അങ്കി, தீனி தேடி சீனிய சுத்தோ எறும்பென திரிஞ்ச மாணி தாண்டு வேகத்தோட பறந்திட துணிஞ்ச സച്ചോട്ടി, ഹാപ്പി വിഷു. എന്താ? ഹാപ്പി വിഷുന്ന്. നാളെ വിഷു അല്ലേ? ആണോ? എനിക്കറിയില്ല. എന്നാലേ നാളെ വിഷുവാ. എനിക്ക് ഓഫാ. നിനക്ക് കമ്പനി പോണോ? ഓ, അപ്പൊ അതാണ് സിദ്ധു വല്യച്ഛൻ പറഞ്ഞ നാളെ ലീവാന്ന്. ഞാൻ ഇതിനൊന്നും ചോദിക്കാൻ നിന്നില്ല. മൂഡ് ശരിയല്ലായിരുന്നു. ഈ പോക്കാണെങ്കിൽ നല്ല മൂടോട് കൂടി നിനക്ക് അവിടെ പണി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നമുക്ക് രണ്ടാൾക്കും നാളെ ഓഫല്ലേ? നമുക്ക് പുറത്തു പോയാലോ? അങ്കി, നാളെ നമ്മുടെ വീട്ടുകാര് അമ്പലത്തിൽ വരൂലേ? നമുക്കും അമ്പലത്തിലേക്ക് പോയാലോ? നീ എന്താ ഒന്നും വേണ്ടാത്ത? പ്ലീസ്. നാളത്തെ കാര്യമല്ലേ, അത് നാളെ എഴുന്നേറ്റതിന് ശേഷം ആലോചിക്കാം. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതെന്താ ഇവള് നേരത്തെ കിടന്നോ? എത്തിയോ? ഇതെന്താ ഭാമേ നേരത്തെ കിടന്ന്? സാധാരണ ഞാൻ വന്നതിന് ശേഷമല്ലേ നീ കിടക്കാറുള്ളൂ? സത്യസാറ് സമയം എത്രയായി നോക്കിയേ? മണി 12 കഴിഞ്ഞു. എന്താ താമസിച്ച? ഓ, അതോ നാളെ വിഷു അല്ലേ, കമ്പനി ഓഫാ. കുറച്ച് പണി ഉണ്ടായിരുന്നു. ആണോ? സത്യട്ട, കമ്പനിയില് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷോ? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അതല്ല, നിങ്ങൾ കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോകുന്ന.
അതുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. ആ, അല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറയാൻ, പ്രത്യേകിച്ച് അവിടെ വലിയ മാറ്റമൊന്നുമില്ല, പഴയ പോലെ തന്നെ കമ്പനി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. പിന്നെ ബാമേ, കമ്പനിയിൽ ഇന്നില്ലേ? എന്താ കമ്പനിയിൽ എന്താ? ഒന്നുമില്ല, രാഘവേട്ടൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. തേങ്ങാ കൊല, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശമ്പുവേട്ട, അങ്ങോട്ടല്ല, ദേ ഇങ്ങോട്ട് നോക്ക്. ഇവിടെയാ കണ്ണൻ. കണി കണ്ടെങ്കിൽ വിശ്വേട്ടൻ്റെ അടുത്തേക്ക് പൊക്കോ. കഴിഞ്ഞിട്ട് നേരം കാത്തിരിക്കാം. സച്ചു എഴുന്നേക്ക്, സച്ചൂട്ടി എഴുന്നേക്കാൻ. ഇതെന്തൊരു ഉറക്കോ? ഏയ്, കണ്ണുറക്കല്ലേ? എന്താ എന്തുപറ്റി? നിനക്ക് കണി കാണണ്ടേ? അങ്കി സത്യോടും നീ കണി ഒരുക്കിയോ? കണ്ണുറന്ന് നോക്ക്. നീ എന്താ ഇങ്ങനെ നോക്കുന്ന? പെട്ടെന്നുണ്ടാക്കിയ കണിയാ. എന്താ ഇഷ്ടായില്ലേ? ഇതാണല്ലെങ്കിൽ ലോ ബഡ്ജറ്റ്, അല്ല ഫ്രീ ബഡ്ജറ്റ് കണി. കൊള്ളാം. നീ കളിയൊന്നും നോക്കണ്ട. ഞാൻ വലിയ പണക്കാരനൊക്കെ ആയിട്ട് ഈ നാട്ടിൽ ഇന്നേ വരെ ആരും ഒരുക്കാത്ത കണി ഈ അങ്കി ഒതുക്കും. ആരും വെക്കാത്ത കണിയോ? ഐ തിങ്ക് മീശമാധവല്ലേ പിള്ളേച്ചൻ കണ്ട കണിയായിരിക്കും. ഹലോ, ഞാനെന്തിനാ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണ? അത് നിനക്ക് മാത്രമുള്ള കണിയല്ലേ? അയ്യേ, പോ അവിടുന്ന്. എനിക്കൊന്നും അത് കാണണ്ട. അച്ചോടാ, എന്താ നാണം? നാണിച്ചു നോക്കാൻ മതി. എന്റെ ഫോണിലെ ചാർജ് തീർന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. വാ. ഓക്കെ ബാ. കണ്ണ, അടുത്ത വിഷുവിന് ഞങ്ങളുടെ കുടുംബത്തോടെ ചേർന്ന് കണി കാണണേ. അതെ, ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ മക്കളും. വാട്ട്? ഞങ്ങളുടെ മക്കളോ? അതെങ്ങനെ? അയ്യേ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണോ? സാരമില്ല, സമയമാവട്ടെ പറഞ്ഞുതരാം. ഇവന് ഇന്ന് ഞാൻ നല്ലൊരു ദിവസമായിട്ട്. അല്ല, ഞാൻ ആരോടാ പറയുന്ന? കിണറ്റിന്റെ ആഴം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വലിയ പഠിത്തമൊക്കെ പഠിച്ച ആളാ. പറഞ്ഞിട്ട് കാര്യമില്ല. കളിയാക്കുന്നോ? അല്ല, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാനിപ്പോ വരാം. നീ റെഡിയായി നിൽക്ക്. വന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ബാമേച്ചി, വാഴയിലേക്ക് ഉണ്ടല്ലോ. എന്താ പണിയെന്ന് പറഞ്ഞാ ഞാൻ സഹായിക്കാം. പണികളൊക്കെ നേരത്തെ ലീലാമ്മ ചെയ്തു വെച്ചു. ഞാൻ കുറച്ച് പാലട ഉണ്ടാക്കാൻ വേണ്ടി അതെനിക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മണിക്കുട്ടി പൊക്കോ. ആണോ? എന്നാ ബാമേച്ചിയുടെ പണി നടക്കട്ടെ. ഞാൻ പോയി ആര്യേട്ടനെ വിളിച്ചെണീപ്പിക്കട്ടെ. കണി കണ്ടിട്ട് ആ കിടന്നുറങ്ങിയത് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നടക്കട്ടെ, നീ പൊക്കോ. ഇത് ഞാൻ ചെയ്തോളാം. അല്ലേലും ബാമ ഉണ്ടാക്കുന്ന പാലടയ്ക്ക് പ്രത്യേക രുചിയാ. അതെ, അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അമ്പുവട്ട വീട്ടിൽ കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലട പ്രഥമൻ ആർക്കാ കൂടുതൽ ഇഷ്ടമെന്ന് നമുക്കറിയാലോ. അല്ല മണിക്കുട്ടി, നീ എന്താ ഉദ്ദേശിക്കുന്ന? സച്ചോട്ടിക്കാ പാലട ഇഷ്ടം. ബാമ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു എന്നാണോ പറയണ? ആര്യേട്ടൻ ഇന്നലെ പറഞ്ഞു സച്ചു നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന്. മാത്രമല്ല അമ്പാടിയുടെ വീട്ടില് പൂവാറുണ്ടത്രേ. മണിക്കുട്ടി, നീ പറഞ്ഞത് ശരിയാണോ? സച്ചുട്ടി നമ്മുടെ കമ്പനിയിൽ പണിക്ക് വരുന്നോ? സത്യ അവനതിന് സമ്മതിച്ചോ? അതൊന്നും എന്നോട് പറഞ്ഞില്ല അമ്മ. ഇത്രേ പറഞ്ഞുള്ളൂ. ഇനി ചോദിക്കണം. ഞാൻ പോയി എണീപ്പിക്കട്ടെ. ആള് കണി കണ്ടിട്ട് കിടന്നത് ഇതുവരെ എണീറ്റില്ല. ആ മണിക്കുട്ടി, നീ ചെല്ല. അമ്മ, ബാമ എവിടെ? രാവിലെ ചായ ഇതുവരെ വന്നില്ല. അവള് അടുക്കളയിലുണ്ടല്ലോ. നിനക്ക് ഞാൻ ചായ എടുത്തേരാം. വേണ്ട, അമ്മ ഇരുന്നോ. അവൾ അടുക്കളയിലില്ലേ? ഞാൻ പോയി ചോദിച്ചോളാം. ആഹാ, ഇതെന്താ പാലട പ്രഥമനോ? കൊള്ളാലോ. ഓ, സത്യരൻ എഴുന്നേറ്റോ?
ഞാൻ കരുതി ഉറങ്ങുവന്ന്. ഞാൻ ചായ എടുക്കാം. ഇതാ ചായ. ഞാനിന്ന് അമ്പലത്തിലേക്ക് പോവും. ഇതെന്താ ഇവിടെ ഇരുന്ന് ചായ കുടിക്കണ? ഹാളിൽ പോകാൻ പാടില്ലേ? പിന്നെ സത്യേട്ട, ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അമ്പാടിയുടെ വീട്ടിലും കയറും. കുറച്ച് പാലട അമ്മയ്ക്കും കൊടുക്കണം. എന്തായാലും നീ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചല്ലേ, നിക്ക്, ഞാനൊന്ന് റെഡി ആയിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്കി എന്നോട് കുളിച്ച് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് നീ എനിക്ക് സാരി വാങ്ങാനാണോ പോയത്? എന്തിനാ ഇപ്പൊ സാരി? നിനക്ക് അമ്പലത്തിൽ പോണ്ടേ? അതിന് പുതിയ സാരി തന്നെ വേണോ? നമുക്ക് ഉള്ള തെറ്റാ പോരെ? സച്ചു, നിന്റെ ഡാഡിയും മമ്മിയും എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇന്ന് എന്തായാലും അമ്പലത്തിൽ വരും. ആ സമയത്ത് നീ പഴുതിട്ട് പോയാ അത് ശരിയാവില്ല. ശരി, സമ്മതിച്ചു. പക്ഷേ ഞാൻ മാത്രം പുതിയ തിട്ടാ മതിയോ? നിനക്കുള്ള ഡ്രസ്സ് അതെന്താ വാങ്ങാത്ത? സത്യം പറഞ്ഞ ബഡ്ജറ്റ് കമ്മിയാ. പിന്നെ വേറൊരു കാര്യം, പണ്ട് തൊട്ടേ അവരെന്നെ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്കി വേണ്ട, നമുക്ക് അമ്പലത്തിൽ പോണ്ട. ഏയ്, എനിക്ക് ഡ്രസ്സില്ലാന്ന് കരുതിയിട്ടാണെങ്കിൽ അഖിലിനോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കുള്ള മുണ്ടും ഷർട്ടൊക്കെ അവൻ കൊണ്ടുവരും. നീ ചെന്ന് റെഡി ആയിക്കോ. നീ എന്താ ഇങ്ങനെ നോക്കട? ഇപ്പൊ തോന്നുന്നുണ്ടോ എന്റെ കൂടെ ഇറങ്ങി വരണ്ടായിരുന്നു എന്ന്? போரா போரா தானா வருவா மெதப்புல தெரிஞ்ச வீரா பில்லா வீணா போச்சு பொசுக்குன்னு உடஞ்ச ஓசக பார்வ ஒரசுது மேல ചെന്ന് കുളിച്ചിട്ട് വാ. ഞാൻ റെഡി ആവട്ടെ, നമുക്ക് അമ്പലത്തിൽ പോവാം. ചേച്ചി ഹായ്. ബായ്. വായോ, അതെന്തെങ്കിലും ആവട്ടെ. നീ എന്താടാ ഇങ്ങനെ ഓർത്തടിച്ച പോലെ നിക്കണേ? നിനക്കെന്ത് പറ്റി? അതാക്കില്ലേ പിന്നെ ഒന്നുമില്ല. അതെന്തൊരു ഒന്നുമില്ലാത്ത? അത് വിട്. ഞാൻ ചോദിച്ച സാധനം എന്തായി? നീ കൊണ്ടുവന്നില്ലേ? അതൊക്കെ കൊണ്ടുവന്നു, അവിടെ ഹാളിൽ വെച്ചിട്ടുണ്ട്. എന്നാ നീ പൊക്കോ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഓ, നന്നായിട്ട് കുളിച്ചിട്ട് വാ. ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു, വലിയ ചെക്കനായി. പോടാ. ഓ, അപ്പൊ നിനക്കതിനോട് സ്നേഹമൊക്കെ ഉണ്ട്. ഭാമയ്ക്കൊന്നും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഭാമ എല്ലാരും പറ്റിക്കാൻ നോക്കണം. അതെന്താ അങ്ങനൊരു വർത്താനം? എന്തോന്ന് വർത്താനം? ഒരു വർത്താനമില്ല. നിങ്ങൾ റെഡി ആയോ? എനിക്ക് അമ്പാടിയുടെ വീട്ടിൽ കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് വരാൻ. അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. നിന്റെ കണ്ണെന്താ കുരുവോ? ഞാൻ റെഡിയായി നിൽക്കണം, നീ കണ്ടില്ലേ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാം. നിന്റെ മോന്തയ്ക്കൊരു കയറ്റം. എന്താടി, നിന്നെ കടന്നിലെല്ലാം കുത്തിയോ? ചേടാ, ഇതെന്തൊരു തേങ്ങ! ഞാൻ എന്റെ പാടവിധിന്ന് മിണ്ടാതിരിക്കല്ലേ? അവളുടെ ഒരു പാടേവിധി. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് ചോദിക്കണം, മനസ്സിലായോ? അല്ലേ, ഇതെന്തൊരു ശല്യം! എനിക്കതൊന്നും ചോദിക്കാൻ. എനിക്കൊന്നും ചോദിക്കാൻ വേണ്ട, നിങ്ങളൊന്നും പറയാൻ വേണ്ട. എനിക്ക് അമ്പലത്തിൽ പോണം. ഞാൻ ഇറങ്ങാം, വേണമെങ്കിൽ വാ. ഡി ഭാമേ, പോയോ? பருவக்குளிரே பகுதி உசுரே மீன் குட்டி போல என்ன சீண்டி பார்க்காத துவரத்தளிரே குடிச குயிலே தீண்டாம மாண்டு போச்சு தாண்டி ஓடாது நீ ഹേയ് അങ്കി, சாயங்காலம் சாயல നോക്ക് എങ്ങനെയുണ്ട് സാരി എടുത്തപ്പോ? ഞാനിപ്പോ ഒരു സുന്ദരിയായില്ലേ? എന്നെ കാണാനിപ്പോ മമ്മിയെ പോലെയില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ അമ്മായുടെ അത്ര അങ്ങോട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. എന്റെ ഡാഡിയെ പോലെ ഒരു സുന്ദരനാ എന്റെ മമ്മിയെ കിട്ടിയത്. നിന്നെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെ ധാരാളം. ഒരുങ്ങി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ പോവാ. ഏയ് പിണങ്ങല്ലേ, നിക്ക് പറയട്ടെ.
അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പോവാ? ബൈക്കിൽ പോവാന്നാണോ? വേണ്ട, നമുക്ക് നടന്നു പോവാം, നല്ല രസമായിരിക്കും. ഇന്നലെ രാത്രി കാല് തറയിൽ ഊന്നാൻ പറ്റാത്ത ആളാ ഇന്ന് നടക്കാൻ നിൽക്കുന്ന. വേണ്ട, വണ്ടി കയറ്, വണ്ടി പോവാ. അത് ഇന്നലെയല്ലേ, ഇന്നെനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ, നമുക്ക് നടന്നു പോവാം. ശരി ശരി, പതുക്കെ പോ. தீனி தேடி சீனிய சுத்தோ எறும்பெண்ண திரிஞ்ச നോക്കു സച്ചു, അവിടെയൊക്കെ തെന്നി വീഴും, നോക്കിപ്പോ. மேகத்தோட ആ, பறந்து ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല. தலகணம் பாதி தாய்கணம் மீதி விரல் மனம் தாடி குறையும் അങ്കി, ദേ അങ്ങ് നോക്ക്, ആമ്പല് കാണാം. ഡി, പതുക്കെ പോ. ഇവള് வாசம் தோற்கும் மூச்சு காத்து தீண்டி ആഹാ, വാമേച്ചി വീട്ടിൽ നിന്ന് പാലട ഉണ്ടാക്കിയല്ലേ? അല്ല, ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ. ആ, വീട്ടിലുണ്ടാക്കിയപ്പോ ഞാൻ ഇങ്ങോട്ടും എടുത്തു. വിഷു അല്ലേ, ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ കൊടുക്കാലോ. പിന്നെ അമ്പാടിക്കും ഇഷ്ടമല്ലേ. ഈ പ്രാവശ്യത്തെ വിഷുവിന് ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. നിനക്ക് ആർക്കെങ്കിലും കൊടുത്തയക്കണമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി, അമ്മാടിയുടെ കയ്യിൽ ഞാൻ കൊടുത്തയക്കാം. ഏയ്, ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവന്നതാ, എനിക്ക് പാർക്കൊക്കെ കൊടുത്തയക്കാൻ. ഭാമേ, നമുക്ക് ഇറങ്ങാം. ആ സത്യേട്ടാ, ദാ വരുന്നു. അമ്മ, മീനു, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി വേണം അമ്പലത്തിലേക്ക് പോവാൻ. പാവല്ലേ അമ്മ, ആ മുഖം കണ്ടാൽ അറിയാം. പാവത്തിന് നല്ല വിഷമമുണ്ട്. അവളുടെ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലേ. അമ്പാടി വരുമ്പോൾ അവനോട് കുറച്ച് പായസം എടുത്ത് സച്ചോട്ടിക്ക് കൊണ്ടുകൊടുക്കാൻ പറയണം. എന്നാ ശരി അമ്പാടി, സമയം കിട്ടുമ്പോഴൊക്കെ നീ അങ്ങോട്ടേക്ക് വാ. ഇനി വേണം ഞാൻ അമ്പലത്തിലേക്ക് പോവാൻ. ശരി എന്നാ. ആ സത്യേട്ട, സമയം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾ ഇറങ്ങിക്കോ. അമ്പു, ഇറങ്ങട്ടെ. സമയമേ നീ ഒഴുകി നീനാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ പകലിലേറെ അഴകും വരുമൊരതിശയരാവും പരനും സുഖമിതു മറയൊരു വിരവി വരെ. അങ്കി, അതെ, നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ? എന്നാ വേഗം ആ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഒന്നിട്. ബട്ടൺസ് ഇടാനോ? നിനക്കെന്ത് പറ്റി? കുന്തം, ഇങ്ങോട്ട് വാ, ഞാൻ ഇട്ടുതരാം. അമ്പലത്തിലുണ്ട് കുറെ എണ്ണങ്ങൾ വാങ്ങി നോക്കാൻ. അങ്കി, എന്റെ മമ്മിയും ഡാഡിയും വന്നു. ബാ, നമുക്ക് കുറച്ച് മാറി നിൽക്കാം. അവർ തൊഴട്ടെ. നമ്മളെ കണ്ട ചിലപ്പോ തിരിച്ചു പോവാൻ നിൽക്കും. ബാ. അച്ഛമ്മയും അച്ഛനൊന്നും വന്നില്ലല്ലോ. അവരിനി വരില്ലേ? ആ, ആർക്കറിയാം, ചിലപ്പോ ഇവര് മാത്രമായിരിക്കും വന്നത്. കാരണം അടുത്ത വിഷുവിന് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വേണം. സത്യേട്ടന്റെ മനസ്സൊന്ന് മാറ്റി തരണം. എന്റെ ഈ പ്രാർത്ഥന കേൾക്കാതെ പോകരുത്. അങ്കി, മമ്മി കരയാണോ? ഞാനൊന്ന് പൊക്കോട്ടെ. ഓടിപ്പോ. എന്നിട്ട് നിന്റെ ഡാഡിയുടെ വായിരിക്കണ കേട്ടിട്ട് നീ നിന്ന് കരഞ്ഞോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ? നമുക്കിറങ്ങാം. ആ, ഇറങ്ങാം. ആരോ നോക്കി വാ, പതുക്കെ. സത്യേട്ടാ, ഇതോടെ ആരും കുട്ടേട്ടനും വന്നു. ആ, നമ്മള് നേരത്തെ എത്തിയോ? ആരോ ചെന്ന് തൊഴുത്തിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. ഭാമേ, നീ കൂടെ പോ. അവൾക്ക് വയ്യാത്തതല്ലേ, ഞങ്ങൾ പുറത്ത് നിൽപ്പുണ്ടാവും. ആരോ വാ. മമ്മി എന്താ പോയിട്ട് തിരിച്ചു വരണ? ആ, കൂടെ അമ്മായിയുണ്ട്. ഭാമേ, അമ്മയൊക്കെ എന്തു പറയുന്നു? ഇന്ന് വീട്ടില് കണി ഒരുക്കിയിരുന്നു. അവിടെ ആർക്കും അതിനൊന്നും ഒരു ഉന്മേഷമില്ല. പക്ഷെ രാവിലെ ലീലാമ്മ ഒരു ചെറിയ കണിയൊക്കെ ഒരുക്കി കാണിച്ചു തന്നു. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു. ആകാശട്ടൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് പോയ കാര്യം. ഭാമേ, അന്നത്തേന് ശേഷം നീ നമ്മുടെ പിള്ളേരെ കണ്ടോ? അങ്കിനെയോ സച്ചൂട്ടിനെയോ? ഇല്ല, രണ്ടിനെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ കമ്പനിയിൽ സച്ചൂട്ടി ഇപ്പൊ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടു 2 ദിവസം മുന്നേ അങ്കിയെ. ഭാമേ, നിനക്കറിയോ,
അവന് 10 മാർക്ക് പറഞ്ഞപ്പോ ആകാശത്തെ വഴക്ക് പറഞ്ഞപ്പോ പോലും ഞാൻ അവനൊന്നും പറഞ്ഞിട്ടില്ല. +1 അഡ്മിഷനും അവന് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവനൊന്നും പറഞ്ഞില്ല. അവന് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ടും അവന് തീരെ മാർക്കില്ല. അപ്പോഴാ ഞാൻ അവനെ ശാസിച്ചു തുടങ്ങിയ. ആരു, അതൊക്കെ എനിക്ക് അറിയാന്നുള്ളതല്ലേ? മറ്റാരെക്കാളും എനിക്കറിയാം അവനോടുള്ള നിന്റെ സ്നേഹം. പിന്നെന്താ മാമേ, എന്നിട്ടും അവനതൊന്നും മനസ്സിലായില്ലല്ലോ. അവന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അവന് ഓരോ തവണ വഴക്ക് പറയുന്നതെന്ന്. ആരോ, അവരുടെ പ്രായത നമ്മളീ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതിന് നാളെ അവര് നമ്മളെ സ്ഥലത്തിരുന്ന് ചിന്തിക്കണം എന്ന് കരുതി അങ്ങനെ അങ്ങ് വിടാൻ പറ്റോ? അവനെ വണ്ടി മറിച്ച് താഴെ കിടക്കുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. ആരോ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ നിന്റെ മോന. നീ സ്നേഹത്തിലൊന്ന് വിളിച്ചാ അവൻ നിന്റെ അടുത്ത് ഓടിയെത്തും. അവനിപ്പിന് അമ്മയോട് വെറുപ്പായിരിക്കുമല്ലേ? ആര് പറഞ്ഞു? നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂടി വീണ്ടും നെഞ്ചുവേന വരുത്തി വെക്കരുത്. ഡോക്ടർ എന്താ നിന്നോട് പറഞ്ഞ? ബാ, നമുക്ക് തൊഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. മതി. അമ്മയ്ക്ക് നെഞ്ചുവേദനയായിരുന്നോ? ഞാനതൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്കി, നീ വിഷമിക്കല്ലേ. സച്ചു, വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്കി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഞാൻ കാരണമല്ല സച്ചു എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായത്. എന്നിട്ട് ഞാനത് അറിഞ്ഞു പോലുമില്ല. നിന്നോർത്ത് ആരും അമ്മയ്ക്ക് പണ്ടേ നല്ല വിഷമമുണ്ടെന്ന് ഞാൻ പറയാറില്ലേ? നിനക്ക് ആ പോയ പേപ്പേഴ്സൊക്കെ ഒന്ന് എഴുതിയെടുത്തൂടെ? ഞാൻ ആ പേപ്പേഴ്സൊക്കെ എഴുതിയെടുത്താൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവുമെങ്കിൽ ഞാൻ എഴുതാം. അങ്കി, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. നാളെ നിനക്ക് കമ്പനി പോകാനുള്ളതല്ലേ? ചെന്ന് കടന്നോ. ഞാൻ കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ, പാതിരാത്രിയായി. ഇതുവരെ കഴിഞ്ഞില്ല നിന്റെ പുസ്തകം വായന? ഇല്ല, കഴിഞ്ഞില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. ഇത് വായിച്ചിട്ടേ കിടക്കുന്നുള്ളൂ. കുറെ ദിവസമായി അവളുടെ കോപ്പില്. പുല്ലേ, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കടി. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എനിക്ക് നിങ്ങളോട് എന്തോന്ന് ചോദിക്കാൻ എനിക്കൊന്നുമില്ല. കുന്തം, നിന്റെ പുന്നാര മോള് കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് ഞാൻ എൻ്റെ വാഗോട്ട് അങ്ങോട്ട് പറയണം അല്ലേ? മര്യാദക്കിരുന്നോ? നിങ്ങൾ തന്റെയും മോളുടെയും കാര്യം കൊണ്ട് എനിക്ക് പോർത്തി മുട്ടിയിരിക്കാം. സത്യമായിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. നിങ്ങൾ അണ്ണാക്കളിന്റെ കുരുവാണോ? പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ പറ മനുഷ്യ, മിണ്ടാതിരിക്കാതെ. നിന്റെ മോളില്ലേ കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇന്നലെ തൊട്ട്? എങ്ങനെ? എന്റെ മോളോ? ഞാൻ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടിപ്പോ താഴേക്ക് വന്ന് വീണതൊന്നുമല്ലോ അത്. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ എന്താ അവളുടെ ഉദ്ദേശം? കമ്പനിയിലോട്ട് വന്ന് ഞാനെടുത്തങ്ങ് മടി വെക്കൂന്നോ? അതെന്നോടാണോ ചോദിക്കുന്നത്? സത്യത്തിന് അവളോട് ചോദിക്കണം. എന്റെ പട്ടി അവളോട് മിണ്ടും. ഞാൻ സംസാരിക്കാൻ പോട്ട് അവൾ ഇരിക്കുന്ന ഭാഗത്തേക്കേ നോക്കൂല. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവാ. പന മുട്ടക്കണി, നിന്റെ അഭിനയൊക്കെ നിന്റെ തന്ത ആ മണിയനോട് മതി. എന്നോട് ഇറക്കാൻ നിക്കല്ലേ. വേണ്ട നിൽക്കുമ്പോ എന്നെ കൊണ്ട് എന്റെ സ്വഭാവം എടുപ്പിക്കരുത്. നിങ്ങൾ ആരെന്തൊക്കെയാ വിളിക്കുന്നത്? എന്റെ അപ്പയ്ക്കാണോ പറയണ? അടി, നിന്റെ അപ്പയ്ക്ക് തന്നെ ഇനിയും പറയും. നീ എന്നെ എന്തോ ചെയ്യും? നിങ്ങൾ എന്റെ അപ്പനെ പറയാൻ? ഞാൻ ആരോ ആയിക്കോട്ടെ, നിനക്കെന്താടി? ഇതിപ്പോ കൊറേ നേരമായാലും രണ്ടും കൂടെ തുടങ്ങിയിട്ട്. കേൾക്കാത്ത പോലെ കടന്നോ. അതിന്റെ ഇടയിലെങ്ങാനും ചെന്നുപെട്ട നമ്മുടെ കാര്യം പോക്ക. ഉറങ്ങിക്കോ. എന്താ മനുഷ്യ നിനക്ക് വേണ്ടത്? മുമ്പിന് മാറി മനുഷ്യ. മാറൂല, ഇവിടെ തന്നെ നിൽക്കും. എന്ത് ചെയ്യും നീ? എന്നാ അവിടെ നിന്നോ. അടി നിൽക്കും. ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ വീട്ടിൽ പൊക്കോട്ടെ. എനിക്ക് മടുത്ത സത്യമായിട്ട്. ഞാൻ കുറച്ച് ദിവസം എന്റെ അപ്പ അടുത്ത് പോയി നിന്നോട്ടെ. ഞാൻ പൊക്കോട്ടെ. അവളുടെ ഇഷ്ടത്തിന് അവള് പോയി. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കഥ കടച്ചിരിക്കാം, ഓഫീസിൽ പോവാം, എന്തോ ആവാം. എന്നെ കേൾക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. ഞാൻ ആകെ മടുത്തിരിക്കുക. സത്യമായിട്ട് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അറിയാം. പക്ഷെ എനിക്ക് കുറച്ച് മാറി നിൽക്കണം. നിനക്ക് പോകണം നിർബന്ധമാണോ? എനിക്ക് പോകണം സത്യമായിട്ട്. ഞാൻ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ സമാധാനത്തോടെ നിൽക്കട്ടെ. നിനക്ക് പോകണമെന്നാണെങ്കിൽ നീ പൊക്കോ. ഒരു നല്ല നേരം വരവേറ്റിടാ.
ഒച്ചയല്ലേ കേട്ടെ. ആരും അമ്മായി. സച്ചൂട്ടി, നീ എന്താ ഇങ്ങനെ നോക്കണ? അമ്മായിയെ അകത്തേക്ക് വിളിക്കണില്ലേ? സോറി അമ്മായി, അകത്തേക്ക് വാ. ആഹാ, ചെറുതാണെങ്കിലും വീടൊക്കെ കൊള്ളാലോ. അല്ല സച്ചു, അങ്കി അവനില്ലേ? ഉറക്കാണോ? കിടക്ക്, അമ്മായി ഇരിക്കെ, ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ആരോ, നിനക്ക് തോന്നുന്നുണ്ടോ നമ്മളെ വിളിച്ചവൻ വരൂന്ന്? വരും ആകാശേട്ടാ, അവൻ നമ്മുടെ മോനല്ലേ, വരും. സച്ചു, ആര് വന്നു എന്നാ പറയണ? ആൾക്ക് പേരില്ലേ? നീ പോയി നോക്കുമ്പോ അറിയാലോ. മോനെ അങ്കി. അമ്മ. മോനെ അങ്കി, അമ്മയോട് നിനക്ക് ദേഷ്യമുണ്ടോ? നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാനാ ഞാൻ നിന്റെ അച്ഛനും വന്നത്. നീ ഞങ്ങളുടെ കൂടെ വരൂലേ അങ്കി? ഇല്ലമ്മ, ഞാൻ സച്ചുവിന് വാക്ക് കൊടുത്തതാ, അവളെ ഒറ്റയ്ക്കാക്കൂലെന്ന്. മോനെ, നിന്റെ ഈ പ്രായം വളരെ ചെറുതാ. നീ ഇനി ഒരുപാട് ഉയരത്തിലെത്തേണ്ടതാ. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാനാണോ നീ തീരുമാനിക്കുന്നത്? മോനെ, അച്ഛൻ പറയുന്ന കേക്ക്. ഇങ്ങനെ ഫുഡും ഡെലിവറി ചെയ്ത് വർക്ക്ഷോപ്പിലും കിടന്ന് നിന്റെ ജീവിതം ഇങ്ങനെ പാഴാക്കല്ലേ. നീ ഞങ്ങളുടെ കൂടെ വാ. നല്ല നിലയിലെത്തുമ്പോൾ നിനക്ക് സച്ചുവിനെ അപ്പോഴും ഇഷ്ടമാണെങ്കിൽ സത്യേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ നിന്റെ കല്യാണം നടത്തരാം. നീ ഞങ്ങളുടെ കൂടെ വാ അങ്കി. സച്ചു, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പൊക്കോട്ടെ? നോ, ഇത് പത്മനാഭ സ്വപ്നമായിരുന്നു. അങ്കി, ആരും അമ്മായി വന്ന് വിളിച്ച അവൻ പോവോ? मारे पास आवरे जुगनू, मारे पास आवरे जुगनू, जुगनू रे जुगनू रे जुगनू रे जुगनू, जुगनू रे जुगनू रे जुगनू रे जुगनू. ഭാമ ഇതുവരെ എഴുന്നേറ്റില്ല. സാധാരണ നേരത്തെ എഴുന്നേറ്റ് പോകുന്നതാണല്ലോ. ഭാമേച്ചി ഇതുവരെ താഴോട്ട് വന്നില്ലല്ലോ. ഇന്നലെ രാത്രി നല്ല ഒച്ച കേട്ടു റൂമിൽ നിന്ന്. ആ, ഞങ്ങളും കേട്ടു. ഇന്നലെ നല്ല വഴക്ക് കൂടിയും തോന്നുന്നു രണ്ടും. അതായിരിക്കും അവൾ വരാത്ത. മിക്കവാറും ഭാമേച്ചി സച്ചുവിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടാവും. കമ്പനിയിലേക്ക് സച്ചുട്ടി വരുന്നുണ്ടല്ലോ, അതിൻ്റെ പേരിലായിരിക്കും ഇന്നലെ അടിയുണ്ടായത്. അല്ല മണിക്കുട്ടി, നീ ആനിനോട് ചോദിച്ചോ സച്ചുട്ടിനോട് സംസാരിക്കാൻ വല്ലതും ചെയ്തോ? ഇന്നലെ സത്യേട്ടന് വലിയ താല്പര്യമില്ലെന്നാ പറയണ സച്ചുട്ടി കമ്പനി വരുന്നത്. ഇന്നലെ ആ പാവത്തിനായിട്ട് ഒരുപാട് ഓട്ടിച്ചു എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആര്യേട്ടനും ഒന്നും വിട്ടു പറയുന്നില്ല അമ്മ. സത്യേട്ടൻ എഴുന്നേറ്റപ്പോ എന്നെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? സാധാരണ നീ സമയമാകുമ്പോൾ എഴുന്നേറ്റ് പോകാറില്ലേ? ഇന്ന് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കിടന്നോട്ടേന്ന്. നിങ്ങൾ കമ്പനി പോകാൻ ഇറങ്ങിയ നിനക്ക് ചായ കുടിച്ചില്ലല്ലോ. ഞാൻ ചായ ഭക്ഷണം എടുത്ത് വെക്കാം. വേണ്ട ബാമി, നിക്ക്. പോയോ? സച്ചു, അല്ല നീ എപ്പോഴാ ഇവിടെ വന്ന് കിടന്ന്? അതെന്നല്ല പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ടു. ഞാനപ്പോൾ ഇവിടെ വന്ന് കിടന്നു. ഓ, ആണോ? സച്ചു, അല്ല എഴുന്നേക്കുന്നില്ലേ? എഴുന്നേറ്റല്ലോ. അതല്ല, എന്ത്? ഒന്നുമില്ല. അമ്മായി. എന്താ സച്ചു, ആരോ പുറത്ത് ബെല്ലടിക്കുന്നുണ്ടല്ലോ. നീ കിടന്നോ, ഞാൻ ചെയ്ത് നോക്കാം. ഇന്നലത്തെ പോലെ ആരാണോ വന്ന അമ്മായി ആയിരിക്കോ?
സച്ചൂട്ടി നോക്കണ്ട, ഞാനാ ബെല്ലടിച്ച. അല്ല, രണ്ടാളും എഴുന്നേറ്റില്ല ഇതുവരെ, താമസിച്ചോ? ആ ചിറ്റപ്പനായിരുന്നോ? കേറി വാ. വെറുതെ പേടിച്ചു. ഇതാ, ഇത് കുറച്ച് അടപ്രഥമന വീട്ടിലുണ്ടാക്കിയതാ. ഇന്നലെ കൊണ്ടുവന്നു രാവിലെ. ഇവിടെ ആരെയും കണ്ടില്ല. വച്ചിട്ട് പോവാന്ന് വെച്ചാ മരപ്പട്ടിയൊക്കെ ഉള്ളതല്ലേ. ആണോ? ചിറ്റപ്പൻ രാവിലെയാണോ വന്നത്? രാവിലെ ഞങ്ങള് അമ്പലത്തിൽ പോയിരിക്കായിരുന്നു, അതായിരിക്കും ഞങ്ങളെ കാണാത്ത. വിളിച്ചിട്ടും ബെല്ലടിച്ചും കാണാത്തപ്പോഴേ എനിക്ക് തോന്നി അമ്പലത്തിൽ പോയിട്ടുണ്ടാവുന്നു. അല്ല, അങ്കി എഴുന്നേറ്റില്ലേ? ഏയ്, ഞാൻ എഴുന്നേറ്റു. ചിറ്റപ്പൻ ഇരിക്കേ. ഏയ്, ഇരിക്കാനൊന്നും സമയമില്ല, പോണം. അല്ല, അതൊക്കെ പോട്ടെ, രണ്ടാൾക്കൊന്നര വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ചിറ്റപ്പൻ ഇരിക്കെ, ഞാനിപ്പോ ചായ എടുത്തോണ്ട് വരാം. ഏയ്, ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാ മോളെ വന്നത്. പൊന്നുനെ സ്കൂളിൽ കൊണ്ടുപോകണം, സമ്മർ ക്യാമ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പായസം തരാം, അത് കുടിച്ചിട്ട് പോവാ. വേണ്ട മോളെ, ഞാൻ കുടിച്ചു. ആണോ? അല്ല ചിറ്റപ്പ, വെക്കേഷൻ തുടങ്ങിയല്ലോ, പൊന്നൂന് സ്കൂൾ അടച്ചില്ലേ? ഓ, അതൊക്കെ അടച്ചു. ഇപ്പൊ എന്തോ സമ്മർ വെക്കേഷൻ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു. ഡെയിലി കൊണ്ടുവിടണം. ചിറ്റപ്പ, അടപ്രഥമൻ നന്നായിട്ടുണ്ട്. ആരാ ഉണ്ടാക്കിയേ? അതിപ്പോ ആരാന്ന് ചോദിച്ചാ അമ്മയും മീനും കൂടെ ഉണ്ടാക്കി. ഇന്നലെ വിഷു ആയിരുന്നില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. ചിറ്റപ്പ, 25 വയസ്സ് വരെ ഞാൻ എൻ്റെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമല്ല കഴിച്ചു വളർന്നത്. ഇപ്പൊ കുറച്ച് ദിവസം മാറി നിന്നു പറഞ്ഞ് ഞാനത് മറക്കുവോ? ഭാമേച്ചി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ നിനക്ക് പിന്നെ വിഷമാവൂലെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞ. ഞാൻ ഇന്നലെ അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അമ്മയെ മാത്രമല്ല, ഡാഡിയെയും വലിയമ്മാവനെയും ഒക്കെ. ഏയ്, വിഷമിക്കില്ല മോളെ. അടുത്ത വിഷുവിനകം നിങ്ങളൊക്കെ പഴയ പോലെ ഒരുമിച്ചാവും. ചിറ്റപ്പനല്ലേ പറയണ. ഭാമേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് വീട്ടിൽ പോകണമെന്നാണെങ്കിൽ വൈകുന്നേരം ഞാൻ വന്നിട്ട് പോവാം. നമുക്ക് ഒരുമിച്ച് പോവാം. എന്തായിരുന്നു? അത് നമുക്ക് ഒരുമിച്ച് പോവാം, അതാ നല്ലത്. പോട്ടെ, ബായ്. നോക്ക്, നീ കണ്ടോ സത്യനങ്ങള് ആന്റിയെ സൈറ്റ് അടിച്ചിട്ട് പോയത്? ഓ, എന്നെ ശമ്പോട്ട മിണ്ടാതിരിക്കും, അവിടെ കേക്കും. നമുക്ക് തുടങ്ങാം. ശമ്പോട്ടൻ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നല്ലേ പറഞ്ഞ? എന്നാ ഇങ്ങോട്ട് പോവുകയാണോ? ഏയ്, ഞാനൊന്നും ഇങ്ങോട്ട് പോണില്ല. പാവം സച്ചുട്ടിനെ സത്യനങ്ങൾ അവിടെ ഇട്ട് ഓട്ടിക്കാം. എനിക്കതൊന്നും കാണാൻ വയ്യേ. ഈ പിള്ളേര് പറയുന്നത് സത്യമാണോ? സത്യേട്ടൻ സച്ചുവിനെ ഇട്ടിട്ട് പാടുപെടുത്താണോ? വല്യച്ഛന് ദേഷ്യം വന്ന പിന്നെ കണ്ണും മുക്കൊന്നും കാണൂലെന്ന് അച്ഛൻ പറയും. എന്നാ അത് തന്നെ ഇപ്പൊ കമ്പനിയിലെ അവസ്ഥ. പാവം സച്ചു അവളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അവൾക്ക് നല്ല പോസ്റ്റില് വേറെ കമ്പനിയിൽ പോവാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവള് പോയില്ല. അതെന്താ സച്ചു വേറെ കമ്പനിയിൽ പോവാതെ ഇവിടെ തന്നെ വന്ന? അവൾക്ക് അവളുടെ ഡാഡിയും മമ്മിയും അത്രയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് അവള് പുറത്തോട്ട് പോവാതെ ഇവിടെ തന്നെ വന്ന. ശമ്പോട്ട, വല്യമ്മ കയറി പോയി. പോയോ? ഇനി അങ്ങളുടെ കാര്യം ആന്റി നോക്കിക്കോളും. അങ്കി, ഞാൻ പറഞ്ഞതിന് നീ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. മിണ്ടാണ്ട് നിൽക്കാണ്ട് മറുപടി പറ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയിരുന്നാൽ ശരിയാവില്ല. മാത്രമല്ല, എക്സാമിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ജോലിക്കിപ്പോൾ ഞാൻ പോകുന്നില്ലേ? നീ വർക്ക്ഷോപ്പിൽ പൊക്കോ. പക്ഷെ വൈകുന്നേരം ഡെലിവറിക്ക് പോകണ്ട. ആ സമയത്ത് വീട്ടിൽ വന്നിരുന്ന് പഠിക്കണം. ഒരാഴ്ച ഉള്ളെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും. അമ്മായി അമ്പലത്തിൽ എന്തോരം വിഷമിച്ച നീ കണ്ടതല്ലേ? അവരെ സങ്കടപ്പെടുത്തിയിട്ട് നമ്മളൊരു ജീവിതം തുടങ്ങിയാൽ അത് ശരിയാവില്ല. ഞാൻ പഠിക്കാം. നീ വർക്ക്ഷോപ്പിൽ പോയിട്ട് കിട്ടുന്ന ഇൻകം മതി നമുക്ക്. ബാക്കി വാടകയൊക്കെ ഞാനും പോകുന്നുണ്ടല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. സച്ചു, അത് ഒന്നും അങ്ങോട്ട് പറയണ്ട. ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ. വന്ന് വണ്ടി എടുക്കും, എനിക്ക് ലേറ്റ് ആവുന്നു. അറിയാലോ എൻ്റെ ഡാഡിയുടെ സ്വഭാവം. ആ, ഇതാ വരുന്നു. ആയിരിക്കുന്ന പേപ്പേഴ്സൊക്കെ ചെന്ന് പഞ്ച് ചെയ്തിട്ട് വാ. ഓക്കെ സാർ, വേറെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നോളൂ, ചെയ്യാം. ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അങ്ങോട്ട് തരും, അതങ്ങ് ചെയ്താൽ മതി. പോയി ചെയ്തിട്ട് വാ. ഏയ്, പോവേണ്ട ആവശ്യമല്ല. ഞാൻ ഈ പഞ്ചറിങ് കൊണ്ടുവന്നു. ഇവിടെ ഇരുന്നേന് എനിക്ക് ചെയ്യാം. സാറിന് തോന്നുമ്പോൾ തന്നാ മതി. ഓ,
അതെ, എനിക്കൊരു ബ്ലാക്ക് കോഫി വേണം, പോയിട്ടോണ്ട് വാ. ഇതാ. കുടിച്ചു നോക്കിയിട്ട് സാറിന് മധുരം വേണോ അല്ലെങ്കിൽ ചൂട് കുറവാണെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന് ഭയങ്കര കടുപ്പം, എനിക്ക് കടുപ്പം കുറച്ചൊന്നും വേണം, പോയിട്ടിട്ട് വാ. എനിക്കറിയാം, ഞാൻ വച്ചിട്ടുണ്ട്, ഇപ്പൊ ശരിയാവും. ശരിയാവൂന്ന് പറയാതെ പോയി എടുത്തോണ്ട് വാടി. ഏയ്, പോവേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ കോഫി മെഷീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, എപ്പോ വേണമെങ്കിലും ഇട്ട് തരാൻ റെഡിയാ. ഓഹോ, ഇതാ. ഇനി ഇത് ഓക്കെ അല്ലെങ്കിൽ സാറ് പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത് വേറെ ഇട്ട് തരാം. ഡാഡിയല്ല ബെല്ലടിച്ചത്, എന്നെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി അവളെ വിളിച്ചതാണോ? May I come in, sir? യെസ്, കം ഇൻ. ഇതാ സാർ, പറഞ്ഞെല്ലാം ഉണ്ട്. ഗുഡ്, താങ്ക് യു. പത്മനാഭ, ഈ മല കണ്ടിട്ട് എനിക്കുള്ള പണിയാണെന്നാണല്ലോ തോന്നണം. ഇതിൽ 500-ൽ കൂടുതൽ ഫയൽസ് ഉണ്ട്. ഇത് മൊത്തം കൊളാപ്സായിട്ടാണ് കിടക്കുന്ന. ഇതിൻ്റെ നമ്പർ ബേസ് ഇതിന് കറക്റ്റായിട്ട് അടുക്കണം. എന്നാ തുടങ്ങിക്കോ. 500? ഞാനിതങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും? അതെങ്ങനെയെന്ന് ഞാൻ ഇനി പറഞ്ഞു തരണോ? പറ്റില്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് പോകണം. ഇന്ന് ഈവനിങ് ഈ കമ്പനിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇത് കറക്റ്റായിട്ട് അടുക്കി വെച്ചിരിക്കണം, മനസ്സിലായോ? ഇന്നലത്തെ പോലെ ഒരു പണി ഏക്കാത്തോണ്ട് എന്നോട് നല്ല ദേഷ്യം ഉണ്ടല്ലേ? സാരമില്ല, പോട്ടെ. ശമ്പ ബന്ധ ശരിയാ, ദേഷ്യം വന്ന സത്യത്തിന് കണ്ണു മൂക്കൊന്നും കാണൂല. പാവം അതിനായിട്ട് പെടാപാടപ്പെടുത്തുന്നുണ്ടാവും. ഞാൻ അന്നവിടെ വരെ പോയാലോ? ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് പോകുന്ന പോലെ പോവാം. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് അവളെ ഒന്ന് കാണാമല്ലോ. മണിക്കുട്ടി, ഞാനിന്ന് ഭവാനിയുടെ വീടിൽ പോവുക. ഇവിടെ എഴുതിട്ട് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. നീ അച്ഛൻ എഴുന്നേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്ക്. ആ അമ്മ പോയിട്ട് വാ. അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ബാമ കഥ കടച്ചിരിക്കുക. അവള് പുറത്തേക്ക് വരാണെങ്കിൽ അവളോട് ഒന്ന് പറഞ്ഞേക്ക്. അമ്മ, ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല, അച്ഛനാണെങ്കിൽ ഉറക്കം. ബാമ വെച്ച് റൂമിൽ കഥ കടച്ചിരിക്കുക. സത്യ, ഇവനോട് പോയി. അല്ല, ഇതെന്താ ഫയൽ കൊണ്ടുള്ള മലയോ? നമ്പർ വൈസ് ഇതൊക്കെ അടുക്കി വെക്കാൻ തന്നിട്ട് ഡാഡി പുറത്തേക്ക് പോയല്ലോ. ഓ, ഇന്ന് ഇതാണോ നിനക്ക് കിട്ടിയ പണി? സാരല്ല, ഇന്നലത്തെ വെച്ച് നോക്കുമ്പോ ഇത് കുറച്ച് കുഴപ്പമില്ല. എന്നാ ഞാൻ അവനെ പോയി നോക്കട്ടെ. സിദ്ധുവലേച്ച, ഒരു മിനിറ്റ്, എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. സച്ചൂട്ടി, മൂക്ക് എന്താ വേണ്ട പറ, എന്ത് സഹായമോ വേണ്ടത്? അത് വലിയ എനിക്ക് കുറച്ച് ക്യാഷിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ സാലറിയിൽ നിന്ന് അഡ്വാൻസ് ആക്കി തന്നാൽ മതി. ഏയ് സച്ചൂട്ടി, എന്താ മോളെ ഇത്? മൂക്ക് എത്രയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. വല്യച്ഛനോട് ഇതിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? ഏയ് അങ്ങനെയല്ല വലിയ, എൻ്റെ സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് ആ ക്യാഷ് എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി. സാലറി അതൊക്കെ കിട്ടുമ്പോ നമുക്ക് നോക്കാം. നിനക്ക് എത്രയാ വേണ്ടത് അത് പറ. ഈ കാണുന്നൊക്കെ നിന്റെ ഡാഡിയുടേത്, അതായത് നിന്റേതും കൂടിയല്ലേ? ഏയ് വേണ്ട വലിയ, ഞാനിപ്പോൾ ഡാഡിയുടെ കണ്ണിൽ ഡാഡിയുടെ മോളല്ല. എനിക്കിതൊന്നും വേണ്ട. ഡാഡിയും മമ്മിയും എന്നെ വെറുക്കാതിരുന്നാൽ മതി. സച്ചു, നിന്റെ ഡാഡിയെ പറ്റി അറിയില്ലേ? ദേശത്തിന് പുറത്ത് കാണിക്കുന്നത് അവൻ നിന്നെ വെറുക്കാൻ പറ്റൂ? വലിയ, എൻ്റെ ഡാഡി ഒരുപാട് മാറിപ്പോയി. ഞാൻ കാരണമാണോ ഡാഡി ഇങ്ങനെ മാറിയ? എനിക്ക് ഈ ഡാഡി കണ്ട പഴയ ഡാഡി മതി. ഏയ് മോള് വിഷമിക്കേണ്ട, ഒക്കെ ശരിയാവും. അല്ല, ഇതിന് എത്ര കാലം നിങ്ങൾ ഇങ്ങനെ പണിയായിരിക്കും? എത്രയും വേഗം നിങ്ങൾക്കുള്ള പണക്കമൊക്കെ മാറും. എന്താ നീ ഇതൊക്കെ അടുക്കി പറക്കി വെച്ചോ? ഇതിപ്പോ തന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല 500-ൽ കൂടുതൽ ഫയലുണ്ട്. എങ്ങനെ പെട്ടെന്ന് തീരും? ആണല്ലോ, അപ്പോൾ വാചകം അടിച്ചോണ്ട് നിൽക്കാതെ പണി ചെയ്ത് തീർക്കാൻ നോക്ക്. സിദ്ധു എന്താ ഇവിടെ? ഞാൻ നിന്നെ അന്വേഷിച്ച് വന്ന അപ്പോഴാ മോള് പറഞ്ഞ നീ പുറത്തു പോയിന്ന്. ആരെയും വന്നല്ലോ, വാ. ഏട്ടാ, ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് അവർ അയച്ചിട്ടുണ്ട്. വിത്തിൻ 2 ഡേയ്സിൽ ഇങ്ങെത്തും. ആണോ?
എന്നാൽ നിങ്ങളിരിക്കെ എനിക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി കുറച്ച് സംസാരിക്കാനുണ്ട്. ഭാമ, നീ എന്താ ഇവിടെ? മമ്മിയോ? ഞാൻ സത്യേട്ടന് വെറുതെ ഭക്ഷണം കൊണ്ടുവന്നതാ. ആര്യെ കണ്ടോ, നമുക്കുണ്ട് ഭാര്യമാര്. എന്റെ ഭാര്യ ഫോൺ പോലും വിളിക്കൂല. സത്യയുടെ ഭാഗ്യം. സത്യസാം, ആശ വേണം താഴെ വന്നിട്ടുണ്ട്. ആര്യ സാറിന്റെ ക്യാബിനിൽ പോയപ്പോ കണ്ടില്ല. ഭക്ഷണം തരാൻ വന്നതാന്ന് പറഞ്ഞ് നിപ്പുണ്ട്. മണിക്കുട്ടിയോ? എന്നാ ആ ആശ മാഡത്തിനോട് എൻ്റെ ക്യാബിലോട്ട് വരാൻ പറ. ആ സാർ, ഞാനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. എന്റെ ഭാര്യ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ലഞ്ച് ബാഗുമായിട്ട് വന്നേനെ അല്ലേ? നാട്ടിലുണ്ടായിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഭാര്യമാരെ പോലെ സ്നേഹം വേണം, അല്ലേ ബാമേ? ആര്യേട്ടാ, ഞാനിന്ന് ഭക്ഷണം കൊണ്ട്. ഭാമേച്ചി എന്താ ഇവിടെ? അത് ഞാൻ സത്യേട്ടന് ഭക്ഷണം കൊണ്ട് വന്നതാ. ഞാൻ നോക്കിയപ്പോ നിങ്ങൾ ആരെയും അവിടെ കണ്ടില്ല. അത് അമ്മ ഭവാനി അമ്മയുടെ വീട്ടിൽ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഭാമേച്ചി കഥ കടച്ചിരിക്കായിരുന്നില്ലേ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഭക്ഷണം കൊണ്ടുവന്നില്ലേ? 2 ലഞ്ച് ബാഗും എടുത്ത് വൈ, നമുക്ക് കഴിക്കാം. അതെ, ഭാര്യമാര് സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സച്ചൂട്ടി, സാറിന്റെ അമ്മ താഴെ വന്നിട്ടുണ്ട്. കയ്യില് ലഞ്ച് ബോക്സും ഉണ്ട്. ലീലാമ്മയോ? അമ്മ എന്നോട് ഭവാനി അമ്മയുടെ വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞേ? സത്യ കണ്ടിട്ടില്ലേ, സ്നേഹമുള്ള ഭാര്യമാര് മാത്രമല്ല, സ്നേഹമുള്ള മാതാജിയും ഉണ്ട്. അതെ. അച്ഛമ്മ എന്നെ കാണുമ്പോ ദേഷ്യപ്പെടുവോ ആവോ? സത്യ നോക്കിയേ, അമ്മ മോന് ഭക്ഷണം കൊണ്ടുവന്നു, കഴിക്കാം. അമ്മ, ഇതായിരിക്കും അമ്മ പറഞ്ഞ ഭവാനി അമ്മയുടെ വീട്. കൊള്ളാം. നിന്നെ ഞാൻ വീട് നോക്കാൻ ഏൽപ്പിച്ചല്ലേ, നീ എന്താ ഇവിടെ? അവള് മാത്രമല്ല, മൂത്ത മരുമകളും ഉണ്ട്. ഇതിപ്പോ 3 ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. സച്ചു, മോളും വാ, കഴിക്കാം. ഇല്ല വലിയച്ഛ, ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം. അതെന്താ, ഇവിടെ കൊണ്ട് വച്ചേക്കുന്ന ഭക്ഷണത്തിനേക്കാൾ രുചി നിനക്ക് ക്യാൻറ്റീനിൽ കിട്ടുമോ? മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കാം അങ്ങോട്ട്. അച്ഛമ്മ വേണ്ട. സച്ചു, എല്ലാരും പറയല്ലേ, നീ ഇവിടെ വന്നിരിക്കുവാ. മണിക്കുട്ടി, ഞാൻ. സത്യേട്ടാ, നമ്മളൊക്കെ കഴിക്കാൻ പോവല്ലേ, അവളും കൂടെ ഇരുന്നോട്ടെ. സത്യ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവള് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നേല്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇരിക്ക്. സച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അവന്റെ മനസ്സ് മറന്നതിന് മുന്നേ വന്നിരിക്കേ. സമയമേ നീ ഒഴുകി നീനാതിവിടെ മതി വരെ നിന്നു തരൂ നിരയുഗ സിരകളിൽ ഇവളെന്താ കഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന? ഭാമേ, എന്തുപറ്റി? എരിവെങ്ങാനും തട്ടിയോ? എരിക്കുന്നുണ്ടോ? ഇല്ല ലീലാമ്മ, കുഴപ്പമില്ല. എന്താടി? പോടോ. നീ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം തീറ്റയും കുടിയൊന്നുമില്ലേ? ആകെ വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല, കഴിക്കാറൊക്കെ ഉണ്ട്. പോയടത്ത് നമ്മളെപ്പോലെ സദാസമയം കുത്തി ഇറക്കാൻ ആരുമില്ല, അതുകൊണ്ടായിരിക്കും. അല്ല, എന്നിട്ടിപ്പോ നിന്റെ ഹീറോ എന്ത് ചെയ്യുന്നു? വീട്ടിൽ തന്നെ ഉണ്ടോ അതോ വല്ല പണിക്കും പോകുന്നുണ്ടോ ആള്? എനിക്ക് പഴയ പോലെ ഒന്നുമല്ല, ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ അവൻ ഒരുപാട് മാറി. അതെ,
സത്യേട്ടാ, ഈവനിങ് വലിയ വർക്കൊന്നുമില്ലല്ലോ, ഞാൻ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പൊക്കോട്ടെ? ഓക്കെ. ആ, മണിക്കുട്ടിനെ അമ്മയും കൊണ്ടുവെക്കോ. ഭാമയ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങുക കേട്ടാ. സത്യ, എന്നാ ഞാനും പൊക്കോട്ടെ? പൊക്കോ. ആ, നിക്ക്. ഇത് അവളുടെ കയ്യിൽ കൊടുക്ക്. എത്രയെന്ന് വെച്ചാൽ എടുക്കാൻ പറ. ആർക്ക്? ആ, നിന്റെ പേഴ്സണൽ പിയുന്. അല്ല സത്യ, വെറും ഒരു പിയുന് നീ എന്തിനാ നിന്റെ ATM കാർഡൊക്കെ കൊടുക്കുന്ന? അവള് നിനക്ക് ആരുമല്ലല്ലോ. സിധു, മതി. ഇത് കൊടുത്തിട്ട് അവൾക്ക് എത്രയെന്ന് വെച്ചാൽ എടുക്കാൻ പറ. ഇങ്ങനെ മറ്റുള്ളവരടുത്ത് പോയി ചോദിക്കില്ലെന്ന് പറ അവളോട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഞാൻ കൊടുത്ത അവള് വാങ്ങില്ല. അവള് നിന്റെ മോള, നിന്നേക്കാൾ വാശിയാ അവക്ക്. പിന്നെ അവൾ എന്നോട് ക്യാഷ് ചോദിച്ചതാണ് നീ പറയുന്നതെങ്കിൽ അതിലുള്ള ഫുൾ സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. സത്യ, നിനക്ക് പറ്റുമെങ്കിൽ അവരോട് ക്ഷമിക്കും. പിള്ളേരാ, അകന്നു പോ. കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് പിടിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അവർ നിന്ന് വരില്ല. അങ്കി വർഷോപ്പിലെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ? ചെല്ല്. എന്നെ വിളിക്കാൻ വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. വലിയ ദൂരമൊന്നുമില്ലല്ലോ. ശരി എന്നാ. കൊച്ചുകുട്ടി എന്നാണ് വിചാരം. റിപ്പീറ്റ് ചെയ്ത് പറയണമല്ല. ഈശ്വര, നല്ല മഴയാണല്ലോ പുറത്ത്. ഭാമേ, എന്നാ നമുക്കിറങ്ങാം. സത്യേട്ടാ, അത് അവളെപ്പോഴാ പോണേ? നിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി നാളെ ചെയ്താൽ മതി. ഇപ്പോൾ വീട്ടിലേക്ക് പൊക്കോ. അത് പുറത്ത് നല്ല മഴയാ. ഞാൻ മഴ തുറന്നിട്ട് പൊക്കോളാം. ഭാമേ, വാ, നമുക്ക് പോവാം. സത്യേട്ടാ, പുറത്ത് നല്ല മഴയാ. പോരാത്തതിന് മിന്നലും ഉണ്ട്. ഇതെപ്പോൾ കുറയാനാ? നമുക്ക് പോകുന്ന വഴിക്ക് അവളെ കൊണ്ടാക്കിയിട്ട് പോവാം. ഭാമേ, സത്യേട്ടാ പ്ലീസ്, ഒറ്റയ്ക്ക് വിടണ്ട പ്ലീസ്. വരാൻ പറ. പറഞ്ഞത് കേട്ടില്ലേ? ബാ, കൊണ്ടാക്കാം. അങ്കിയാണല്ലോ വിളിക്കണേ. ഹലോ അങ്കി. വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എത്താറായി. ശരി എന്നാ. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നിർത്തിയാൽ മതി. ഞാൻ പൊക്കോളാം. താങ്ക് യു. നോക്കിപ്പോ അവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്ക. തെന്നും. ഭാമേ, നമുക്ക് പോവാം. വന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ലേറ്റ് ആവുമെങ്കിൽ ഞാൻ വന്ന് വിളിക്കാന്ന്. ആകെ നനഞ്ഞല്ലോ. നിക്ക്, തുടക്കേ. തല തുടക്ക ആദ്യം. വലിയമ്മാവിന്റെ കാറല്ലേ അത്? നീ ഇതിലാണോ വന്ന്? ആ, മമ്മിയുണ്ട്. എനിക്ക് കാർ സ്റ്റാർട്ട് ആവില്ലെന്ന് തോന്നുന്നു. നീ ഒന്ന് പോയി നോക്ക്. ബോഡി, എന്നിട്ട് വേണം അയാളുടെ വായിരിക്കണം ഞാൻ കേൾക്കാൻ. എനിക്കൊന്നും വയ്യ. ഏയ്, ഡാഡി ഒന്നും പറയില്ല. നീ ഒന്ന് പോയി നോക്ക്. സത്യേട്ടാ, എന്തു പറ്റി? അറിയില്ല മാമേ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വലിയമായി, വണ്ടിക്ക് എന്തു പറ്റി? സ്റ്റാർട്ട് ആവുന്നില്ലേ? ഞാൻ നോക്കണോ? അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം നോക്കാൻ. സത്യേട്ടാ, എന്താ ഇത്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ അവനറിയാലോ. അവനൊന്ന് നോക്കട്ടെ. വലിയമായി, ആ ബോണറ്റൊന്ന് തുറക്കാൻ പറയും. മമ്മി, കാറ് ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ? അതുവരെ ഇവിടെ കയറിയിരിക്കാം. സത്യേട്ടാ, അവൻ വണ്ടി നോക്കല്ലേ? ശരിയാകുമ്പോൾ വിളിച്ചാൽ മതി. ഞാനിതാ അവിടെ ഉണ്ടാവും. പുകയൊക്കെ വരുന്നല്ലോ ഇതിനകത്തുനിന്ന്. നിനക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് പറ. വേറെ വല്ല മെക്കാനിക്കിനെയും വിളിക്കാം. വല്ലപ്പൊരുക്ക വണ്ടി സർവീസിന് കയറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ എൻജിൻ പുകഞ്ഞ് പുക വരും. നിനക്ക് പറ്റുമെങ്കിൽ നോക്കൂ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കേ. ശരിയാക്കാൻ പറ്റുമൊക്കെ ചെയ്യും, പക്ഷേ ടൂൾസ് വേണം. അത് വർക്ക്ഷോപ്പില്ല. അതെടുക്കണമെങ്കിൽ നാളെ രാവിലെ ആവും. ഇതുപോലെ ഓണംകാര മുന്നിൽ വീടെടുത്താൽ ഇങ്ങനെ ഇരിക്കും. വേറെ എവിടെയും കിട്ടിയില്ല അവനെ. കാട്ടുമുക്കിൽ ഓണംകാര മൂലമാണെങ്കിൽ ഞങ്ങൾ സഹിച്ചു. അല്ല, കാറടക്കൊക്കെ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും.
ഞങ്ങളൊക്കെ കാർ ഓടിക്കുന്നുണ്ട് നിന്നെ പോലതിനൊക്കെ പണി കിട്ടി ജീവിച്ചു പോണത്. നാളെ രാവിലെ അവൻ ടൂൾസ് എടുത്തോണ്ടൊന്ന് നന്നാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് രണ്ടാൾക്കും രാത്രി ഇവിടെ നിന്നൂടെ? ഏയ് അതൊന്നും പറ്റൂല, സത്യേട്ടന് ഇഷ്ടാവില്ല. ഇതിപ്പോൾ വേറെ വഴിയില്ല. കാർ നന്നാക്കണമെങ്കിൽ ടൂൾസ് വേണം. അത് നാളെ രാവിലെ എടുക്കാൻ പറ്റുള്ളൂ. മെക്കാനിക്കിനെ വിളിക്കണമെങ്കിലും രാവിലെ ആവും. അപ്പം അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? പട്ടിക്കാട്ടിൽ വീട് കൊടുത്ത് വെച്ച് മനുഷ്യനെ മനക്കെടുത്താൻ വേണ്ടി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി വലിയ മാവൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഈ മഴയും കൊണ്ട് ഇവിടെ നിൽക്കാനാണെങ്കിൽ നിന്നോ, ഞാൻ അകത്തേക്ക് പോവുക. തല്ലിപ്പൊളി അവൻ്റെ വർത്തമാനം കണ്ടില്ലേ? വലിയ മെക്കാനിക്കെന്ന് അവൻ്റെ വിചാരം. ഞാനൊന്ന് ഫോൺ വിളിച്ചാൽ 100 മെക്കാനിക്ക് ഇവിടെ വരും. അവനെന്നെ പറ്റി അറിയില്ല. സത്യേട്ടാ, ഈ മഴ കൊണ്ടിങ്ങനെ നിൽക്കുന്നേക്കാൾ നല്ലത് അകത്ത് കയറിയിരിക്കുന്നതല്ലേ? എന്തായാലും ഈ രാത്രി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വാ, അകത്തേക്ക് പോവാ. വാട്ട്? അകത്തേക്കോ? എൻ്റെ പട്ടി വരും. ഞാനങ്ങും വരില്ല. നീ വേണമെങ്കിൽ പോടി. അതെ, ഞാൻ പോവാൻ തന്നെയാ പോകുന്നത്. ഈ മഴയും കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റല്ലേ. ഞാൻ പോവാ. അത് ശരി, നിങ്ങൾ ഇതുവരെ തലയൊന്നും തുടച്ചില്ലേ? ഉള്ള മഴയോ കൊണ്ട് ആ തലയെങ്കിലും തുടയ്ക്കും മനുഷ്യ, എനിക്ക് പനി വരും. ഭാമേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല. നിനക്കെന്നോടെ നടന്ന് വരാൻ പറ്റുമോ? നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. സത്യേട്ടാ, പുറത്ത് നല്ല മഴയാ. പോരാത്തതിന് ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. ഇപ്പൊ നടന്നു പോകുന്നത് ശരിയാണോ? മാത്രമല്ല ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? എന്ത് സ്ഥലമോ ഇത്? പുറത്തെന്തൊക്കെ ഒച്ച കേൾക്കുന്ന നീ കേൾക്കുന്നില്ലേ? ഇവിടെയും കൊണ്ടാണോ എൻ്റെ മോളെയും കൊണ്ടാവാൻ വന്നത്? അവക്കിവിടെ ഒരു കുഴപ്പമില്ല. അവര് പരസ്പരം എന്ത് കെയറിങ്ങാ. സത്യേട്ടൻ കണ്ടതല്ലേ അത്? എന്റെ വീട് ഇതിനേക്കാൾ സൗകര്യം കുറവായിരുന്നില്ലേ? അവിടെ സത്യേട്ടൻ എനിക്ക് വേണ്ടി നിന്നില്ലേ? സ്നേഹമുള്ളിടത്തെ അങ്ങനെ നിൽക്കാൻ പറ്റൂ. ഭാമേ, നമ്മളെ പോലെയാണോ അവര്? ഞാൻ നിന്നെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുമായിരുന്നു. അവന് ഒരു ജോലിയുണ്ടോ നല്ലത്? സത്യേട്ടാ, നമ്മളെപ്പോഴാ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച? സത്യേട്ടൻ 27-ാം വയസ്സിൽ, അങ്കിക്കിപ്പോ 22 ആയിട്ടേ ഉള്ളൂ. സത്യേട്ടൻ്റെ അന്നത്തെ പക്വത പോലും അവനിപ്പോ ഇല്ല. നമ്മളെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ. അവരുടെ ഭാഗത്ത് ഇറങ്ങി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ താഴെയും തറയും വെക്കാതെ വളർത്തിയതിനെയാ അവൻ ഇങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടിട്ട് നോക്കണം. അതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് വെക്കണമെന്നാണ് നീ പറയണ? അതുപോലെ തന്നെയല്ലേ ആരും കുട്ടേട്ടനും അവനെ വളർത്തിയത്? സച്ചോട്ടിക്ക് വേണ്ടിട്ടല്ലേ അവൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന? അതെന്താ സത്യം ചിന്തിക്കാതെ പോണ? അങ്കി, എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്തെ റൂമില് എന്റെ മമ്മിയും ഡാഡിയും. ഒരുപാട് സന്തോഷിക്കേണ്ട. നിന്റെ ഡാഡിക്ക് വലിയ സന്തോഷമൊന്നും അല്ല അതില്. എന്നാലും മമ്മി പറഞ്ഞപ്പോ ഇവിടെ നിൽക്കാന്ന് സമ്മതിച്ചില്ലേ? ഞാൻ പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയമ്മ അവൻ ആരും മുമ്പിലും മുട്ടുകുത്തൂല. പക്ഷെങ്കില് വലിയമ്മായി പറഞ്ഞ അതൊക്കെ കേൾക്കുമെന്ന്. ആ, ഡാഡിക്ക് മമ്മിയെ ഭയങ്കര ഇഷ്ടം. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെ. അയ്യടാ, ഇരുന്ന് പടി. നിനക്കുള്ള നോട്ട്സ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ മിസ്. അങ്കി ഉറങ്ങി കൊല്ലും ഞാൻ. മര്യാദയ്ക്ക് ഞാൻ ഈ തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഇരുന്ന് പഠിക്ക്. നിനക്ക് കുറച്ചൊരു സിമ്പിൾ ആവും പഠിക്കാൻ. ആ, ഞാൻ പഠിക്കുക. അങ്കി, ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ. എക്സാം എഴുതി പാസ്സാവണം. ആ, അതൊക്കെ ഞാൻ പാസ്സാവും.